എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ SSLC ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു മനോഹരമായ കഥയാണ്. ഫാറ്റോ ഡിയോം എഴുതിയ പ്രിഫറൻസ് നാഷണൽ. എന്താണ് ഈ വാക്കിന്റെ അർത്ഥമെന്നറിയാമോ? നാഷണൽ പ്രിഫറൻസ് എന്നുവെച്ചാൽ ഒരു രാജ്യത്തെ പൗരന്മാർക്ക് മാത്രം ചില ആനുകൂല്യങ്ങൾ, ഉദാഹരണത്തിന് ജോലി, സാമൂഹിക സുരക്ഷ എന്നിവ നൽകുന്ന ഒരു നയമാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ലേ? നമുക്ക് കഥയിലേക്ക് കടക്കാം. ഈ കഥയിലെ പ്രധാന കഥാപാത്രം ഫ്രാൻസിൽ താമസിക്കുന്ന ഒരു സെനഗലീസ് യുവതിയാണ്. അവർക്ക് നല്ല വിദ്യാഭ്യാസ യോഗ്യതകളൊക്കെ ഉണ്ട്, പക്ഷെ അവർ ഒരു വിദേശിയായതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. കഥ തുടങ്ങുന്നത് തന്നെ ഒരു പുതിയ നിയമത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. മിസ്റ്റർ ബോർഡേഴ്സ് എന്ന് പറയുന്ന ഒരാൾ ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. ശരിക്കും മിസ്റ്റർ ബോർഡേഴ്സ് എന്നൊരാളില്ല കേട്ടോ. അത് രാജ്യങ്ങളുടെ അതിർത്തികളെ സൂചിപ്പിക്കുന്ന ഒരു പേരാണ്. ഈ നിയമമനുസരിച്ച് നിങ്ങൾ ഒരു ഫ്രഞ്ച് പൗരനെയാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫ്രഞ്ച് പൗരത്വം ലഭിക്കാൻ 2 വർഷം കാത്തിരിക്കണം. എന്തിനാണ് ഈ കാലതാമസമെന്നറിയാമോ? ഈ 2 വർഷത്തിനുള്ളിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ പിരിഞ്ഞു പോകുമെന്ന് കരുതിയാണ് ഈ നിയമം. അങ്ങനെ പിരിയുമ്പോൾ ആ വിദേശി സ്ത്രീക്ക് ഒരു വിലയും ഇല്ലാതാകും. അവർക്ക് ഒരു അവകാശവും ഉണ്ടാകില്ല, ഒരു നല്ല ജോലി ചെയ്ത് ജീവിക്കാനുള്ള അവകാശം പോലും. നമ്മുടെ കഥാനായിക വളരെ സങ്കടത്തോടെ ഒരു കാര്യം പറയുന്നുണ്ട്. അവർ എനിക്ക് പൗരത്വം തരില്ല, പക്ഷേ എന്റെ സെനഗലീസ് പൂച്ചയ്ക്ക് അതിന്റെ പേപ്പറുകളുണ്ട്. ഇത് കേട്ട് നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടോ? ഇതൊരു തമാശയായി തോന്നാം, എങ്കിലും ഇതിൽ വലിയൊരു കളിയാക്കലുണ്ട്. ഒരു മനുഷ്യനേക്കാൾ വില ഒരു പൂച്ചയ്ക്ക് കിട്ടുന്ന അവസ്ഥ. ചിലപ്പോൾ ആ പൂച്ചയുടെ നിറം ഇഞ്ചിപ്പുല്ലിന്റേതായതുകൊണ്ടാവാം അതിന് പേപ്പർ കിട്ടിയതെന്ന് അവർ സംശയിക്കുന്നു. ഇതിലൂടെ വർണ്ണവിവേചനത്തെയാണ് അവർ സൂചിപ്പിക്കുന്നത്. നിയമങ്ങൾ എപ്പോഴാണ് ശക്തമാകുന്നതെന്നറിയാമോ? സാധാരണക്കാർ അത് പ്രയോഗിക്കാൻ തുടങ്ങുമ്പോഴാണ്. ചിതലുകൾക്ക് വലിയ ആഫ്രിക്കൻ മഹാഗണി മരങ്ങളെ വരെ വീഴ്ത്താൻ കഴിയും. അതുപോലെ ചെറിയ തൊഴിലുടമകളാണ് ഈ പ്രിഫറൻസ് നേഷൻ നയം ഫലപ്രദമാക്കുന്നത്. അങ്ങനെയിരിക്കെ നമ്മുടെ കഥാനായിക ഒരു ജോലി അന്വേഷിക്കുകയാണ്. ഒരു സൗജന്യപത്രത്തിൽ അവരൊരു പരസ്യം കണ്ടു. നഗരമധ്യത്തിലുള്ള ഒരു വലിയ ബേക്കറിയിലേക്ക് സെയിൽസ് ഗേളിനെ ആവശ്യമുണ്ട്. പ്രാദേശിക ഭാഷ അഭികാമ്യം. കടയിലേക്ക് നേരിട്ട് വരിക. ആ പരസ്യം കണ്ടപ്പോൾ അവർക്കൊരു പ്രതീക്ഷ തോന്നി. അവർ ആ വിലാസം എഴുതിയെടുത്തു. അന്ന് വൈകുന്നേരം അവർ തന്റെ ഫ്രഞ്ച് സുഹൃത്തിനെ ഫോണിൽ വിളിച്ച് ഈ കാര്യം പറഞ്ഞു. അത് കേട്ടതും ആ സുഹൃത്ത് ചോദിച്ചു, നിനക്ക് വട്ടാണോ? നിനക്ക് ഇതിലും നല്ല ജോലി കിട്ടും. എനിക്ക് നിന്റെ അതേ യോഗ്യതകളുണ്ട്. ഞാൻ എന്റെ ടീച്ചർ ട്രെയിനിങ് പൂർത്തിയാക്കാൻ പോകുന്നു. ദിവസം മുഴുവൻ ബ്രെഡും പേസ്ട്രിയും വിറ്റ് നിനക്ക് ബോറടിക്കും. അതിന് നമ്മുടെ കഥാനായിക കൊടുത്ത മറുപടി വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ പറഞ്ഞു, എനിക്ക് മറ്റെന്തെങ്കിലും ജോലി ചെയ്യാൻ സന്തോഷമേ ഉള്ളൂ. എന്റെ യോഗ്യതകൾ ഫ്രഞ്ചായിരിക്കാം, പക്ഷെ എന്റെ തലച്ചോറിനെ അവർ അങ്ങനെ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് അതിനെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല. ഇതിനിടയിൽ എനിക്ക് ജീവിക്കണ്ടേ? വിശപ്പ് മാറ്റണ്ടേ? ബ്രെഡ് വിട്ടാൽ പട്ടിണി കിടക്കേണ്ടി വരില്ലല്ലോ. ഇത് കേട്ട് സുഹൃത്തിനൊന്നും മനസ്സിലായില്ല. അവർ പറഞ്ഞു, ഇത് പരിഹാസ്യമാണ്. നിനക്ക് വേറെ ജോലി കിട്ടും. ഇത്തരം ഉപദേശങ്ങൾ നമ്മുടെ കഥാനായിക 100 തവണ കേട്ടിട്ടുണ്ട്. അവർക്ക് മനസ്സിലായി, തന്റെ ഫ്രഞ്ച് സുഹൃത്തുക്കൾക്ക് താൻ ഇവിടെ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെക്കുറിച്ച് ഒരു ധാരണയുമില്ലെന്ന്. പിറ്റേന്ന് രാവിലെ അവർ ആ ബേക്കറിയിലേക്ക് പോയി. അവിടെ ചോക്ലേറ്റ് കേക്കുകളൊഴികെ മറ്റെല്ലാം വെളുത്തതായിരുന്നു. ബേക്കറി മുതലാളി അവരെ സ്വീകരിച്ചത് ഒരു ജർമ്മൻ മീശയും അൽസേഷ്യൻ ശൈലിയിലുള്ള സംസാരവും ഫ്രഞ്ച് പതാകയുടെ നിറങ്ങളിലുള്ള തൊപ്പിയുമൊക്കെ വെച്ചായിരുന്നു. അയാളുടെ നോട്ടത്തിൽ നിന്ന് തന്നെ കഥാനായികയ്ക്ക് മനസ്സിലായി തനിക്ക് ഈ ജോലി കിട്ടില്ലെന്ന്. അയാൾക്ക് ചോക്ലേറ്റ് നിറം ഇഷ്ടമല്ലായിരുന്നു. അതായത് കറുത്ത നിറമുള്ളവരെ അയാൾക്ക് ഇഷ്ടമല്ലായിരുന്നു. എങ്കിലും നമ്മുടെ കഥാനായിക ഒരു പുഞ്ചിരി വരുത്തിക്കൊണ്ടു പറഞ്ഞു, ഹലോ സർ, നിങ്ങൾ പരസ്യം ചെയ്ത ജോലിക്കായി വന്നതാണ് ഞാൻ. അയാൾ തലയാട്ടിക്കൊണ്ട് ചോദിച്ചു, ഓ, കുറച്ച് അൽസേഷ്യൻ സംസാരിക്കാൻ അറിയാമോ? പരസ്യത്തിൽ പ്രാദേശിക ഭാഷ അഭികാമ്യം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അയാൾ പ്രതീക്ഷിച്ചത് അയാളുടെ ഭാഷ സംസാരിക്കുന്ന ഒരാളെയായിരുന്നു. അയാളുടെ ഉപഭോക്താക്കളുമായി അൽസേഷ്യൻ ഭാഷയിൽ സംസാരിക്കാൻ കഴിയുന്ന ഒരാളെ. അതുകൊണ്ട് കഥാനായിക അയാൾ പ്രതീക്ഷിച്ച മറുപടി തന്നെ പറഞ്ഞു, ഇല്ല സർ. അയാളുടെ കലങ്ങിയ കണ്ണുകളിൽ ആ ജോലി തരില്ല എന്ന തീരുമാനം അവർക്ക് കാണാമായിരുന്നു. ആ നിഷേധം ന്യായീകരിക്കാനും അവളെ അപമാനിക്കാനും വേണ്ടി അയാൾ ഒരു ചോദ്യം ചോദിച്ചു. നിനക്ക് നിന്റെ സ്വന്തം രാജ്യത്ത് പോയി ജോലി ചെയ്തുകൂടെ? ആ ചോദ്യം കേട്ട് അവരുടെ ഉള്ളിൽ ദേഷ്യം ആളിക്കത്തി. അവർ മനസ്സിൽ പറഞ്ഞു, നിങ്ങളുടെ ഈ നാറിയ ജോലി എനിക്ക് എന്തിനാണെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കണമായിരുന്നു. ഗുഡ് ബൈ സർ. നിങ്ങൾ എങ്ങളുടെ ആഫ്രിക്കൻ മണ്ണിനെ ദരിദ്രമാക്കി. നിങ്ങളുടെ ആളുകൾക്ക് വേണ്ടി കരിമ്പും നിലക്കടലയും കൃഷി ചെയ്യിച്ചു.
ഞങ്ങളുടെ വിഭവങ്ങൾ കൊള്ളയടിച്ച് നിങ്ങളുടെ രാജ്യം സമ്പന്നമാക്കി. പോരാത്തിന് നിങ്ങളുടെ യുദ്ധത്തിൽ ഞങ്ങളുടെ ആളുകളെ പീരങ്കികൾക്ക് ഇരയാക്കി. ആ യുദ്ധത്തിൽ നിങ്ങൾ അവർക്ക് സ്വന്തം ആഫ്രിക്കൻ മണ്ണിൽ നിഷേധിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ അവരെക്കൊണ്ട് മറ്റുള്ളവരെ കൊല്ലിപ്പിച്ചു. ഇതെല്ലാം അവരുടെ മനസ്സിൽ വന്ന ചിന്തകളാണ് കേട്ടോ. അവർ പുറത്തേക്കൊന്നും പറഞ്ഞില്ല. ജോലിയില്ലാതെ 3 ദിവസം കഴിഞ്ഞു. അവർ വീണ്ടും സൗജന്യ പത്രം നോക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു പുതിയ പരസ്യം അവരുടെ കണ്ണിൽപ്പെട്ടു. ഫ്രഞ്ച് പാഠങ്ങൾക്ക് ട്യൂട്ടറെ ആവശ്യമുണ്ട്, ബിരുദം അത്യാവശ്യം, രാത്രി 7 മണിക്ക് ശേഷം വിളിക്കുക. അവർ ആ നമ്പർ കുറിച്ചെടുത്തു. പക്ഷേ ഇത്തവണ അവർ തന്റെ സുഹൃത്തിനോട് ഈ കാര്യം പറഞ്ഞില്ല. പറഞ്ഞിരുന്നെങ്കിൽ ബേക്കറിയിൽ എന്ത് സംഭവിച്ചു എന്ന് അവൾ ചോദിച്ചേനെ. താൻ പറഞ്ഞ കാര്യങ്ങൾ അവൾ വിശ്വസിക്കുമായിരുന്നില്ല. അന്ന് രാത്രി 7:10 അവർ ആ നമ്പറിലേക്ക് വിളിച്ചു. ഒരു സ്ത്രീയാണ് ഫോൺ എടുത്തത്. അവർ സ്ട്രാസ്ബർഗിലെ ഒരു വലിയ സൂപ്പർമാർക്കറ്റിലെ കാഷ്യറാണെന്ന് പറഞ്ഞു. തന്റെ 11 വയസ്സുള്ള മകൾക്ക് ട്യൂഷൻ എടുക്കാനാണ് ആളെ തിരയുന്നത്. പിറ്റേന്ന് ഉച്ചതിരിഞ്ഞ് നഗരമധ്യത്തിലുള്ള ഒരു കഫേയിൽ വെച്ച് കാണാമെന്ന് അവർ പറഞ്ഞു. അടുത്ത ദിവസം നമ്മുടെ കഥാനായിക കഫേയിലെത്തിയപ്പോൾ അവിടെ നിറയെ ആളുകളായിരുന്നു. പക്ഷേ ആ സ്ത്രീ താൻ നീലവരകളുള്ള ഒരു വെളുത്ത ജേഴ്സിയായിരിക്കും ധരിച്ചിരിക്കുക എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് അവരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു. നമ്മുടെ കഥാനായിക സ്വയം പരിചയപ്പെടുത്തി. എന്നിട്ട് തന്റെ തലച്ചോറിന്റെ ഒരു ഭാഗം, അതായത് തന്റെ ബിരുദ സർട്ടിഫിക്കറ്റ് അവരെ കാണിച്ചു. അപ്പോഴാണ് ഒരു വെയിറ്റർ അങ്ങോട്ട് വന്നത്. അയാൾ സ്നേഹത്തോടെ ചോദിച്ചു, മാഡത്തിന് എന്താണ് വേണ്ടത്? നമ്മുടെ കഥാനായിക ഒരു മോക്ടെയിൽ ഓർഡർ ചെയ്തു. അപ്പോൾ അവർ മനസ്സിലോർത്തു, തമാശ തന്നെ, അവർക്കെന്തെങ്കിലും വിൽക്കണമെങ്കിൽ ഈ നാഷണൽ പ്രിഫറൻസ് ഒന്നും ഒരിടത്തും കാണില്ലല്ലോ. വെയിറ്റർ ഡ്രിങ്ക് കൊണ്ടുവന്നു. എതിർവശത്തിരുന്ന സ്ത്രീ ആ കടലാസ് പരിശോധിച്ച് തിരികെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഒരു യൂറോപ്യൻ ടൈപ്പ് ആളെയാണ് വേണ്ടത്. അവർ താടി ഉയർത്തിപ്പിടിച്ചു കൂട്ടിച്ചേർത്തു, എന്റെ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിൽ ആരും കുഴപ്പങ്ങളുണ്ടാക്കരുത്. നോക്കൂ, ആ സ്ത്രീ ഒരു ഫ്രഞ്ചുകാരിയാണ്. പക്ഷേ അവർക്ക് സ്വന്തമായി ബിരുദം പോലുമില്ല. എന്നിട്ടും സ്വന്തം മകളെ പഠിപ്പിക്കാൻ അവർക്ക് കഴിയില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ അവർ നമ്മുടെ കഥാനായികയ്ക്ക് ജോലി നിഷേധിക്കുകയാണ്. അതിനു കാരണം അവരുടെ കറുത്ത ചുണ്ടുകളാണ്. എന്നാൽ ആ ചുണ്ടുകൾക്ക് ഫ്രഞ്ച് വ്യാകരണത്തിലെ നിയമങ്ങൾ അവരുടേതിനേക്കാൾ നന്നായി പറയാൻ കഴിയും. ഇത് കേട്ടപ്പോൾ നമ്മുടെ കഥാനായികയുടെ ദേഷ്യം അടക്കാനായില്ല. അവർ ആ മോക്ടെയിൽ കുടിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് ഒരു മറുപടി കൊടുത്തു. ഗുഡ് ബൈ മാഡം, എന്റെ തലച്ചോറിലുള്ളത് നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ നിങ്ങളൊരു സൂപ്പർമാർക്കറ്റ് കാഷ്യറായി ജോലി ചെയ്യേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ ആ സ്ത്രീ വിളിച്ചു പറഞ്ഞു, തിരികെ വരൂ, നിങ്ങൾ നിങ്ങളുടെ ഡ്രിങ്കിന് പണം തന്നില്ല. ഇല്ല, നമ്മുടെ കഥാനായിക പുച്ഛത്തോടെ പറഞ്ഞു, അത് നിങ്ങൾക്കുള്ള സന്തോഷമാണ് മാഡം. അതൊരു യാത്ര ചിലവായി കണക്കാക്കിയാൽ മതി. ഒരു കാഷ്യർ ആയതുകൊണ്ട് നിങ്ങൾക്കറിയാമല്ലോ, എല്ലാത്തിനും പണം നൽകണം. നിങ്ങൾ പറയുന്ന ഈ നിറമുള്ളവരുടെ സേവനത്തിനു പോലും. അപ്പോൾ ആ കാഷ്യർ ഉറക്കെ വിളിച്ചു പറയുന്നത് അവർ കേട്ടു, നിന്റെ കാട്ടിലേക്ക് തിരികെ പോകൂ. ഇതേ വാചകം തന്നെയായിരുന്നു അവരുടെ ഭർതൃമാതാവും അവരോട് പറഞ്ഞിരുന്നത്. അവർ തിരിഞ്ഞുനിന്ന് മറുപടി പറഞ്ഞു, നിങ്ങൾ എന്റെ കൂടെ വരണം, കാട്ടിലെ ശുദ്ധവായു കൊള്ളാൻ. അത് ഉന്മേഷം നൽകും, നിങ്ങളുടെ മുഖം മിനുക്കുന്നത് ലാഭിക്കുകയും ചെയ്യാം. ആ സ്ത്രീ അവിടെ എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ടിരുന്നു. അവരുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തിരുന്നു. അപ്പോൾ നമ്മുടെ കഥാനായിക മനസ്സിൽ ദൈവത്തിന് നന്ദി പറഞ്ഞു. കാരണം ദേഷ്യം വരുമ്പോൾ തന്റെ തൊലിയുടെ നിറം മാറില്ലല്ലോ. തന്റെ തൊലി എപ്പോഴും അതിന്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കുന്നു. അന്ന് വൈകുന്നേരം അവർ കോളേജിൽ കൂടെ പഠിച്ച ഒരു സുഹൃത്തിനെ വിളിച്ചു. ഒരു യഥാർത്ഥ വെളുത്ത പെൺകുട്ടി. അവൾ പഠിക്കുന്നതിനോടൊപ്പം ഒരു പാർട്ട് ടൈം ജോലി അന്വേഷിക്കുകയായിരുന്നു. നമ്മുടെ കഥാനായിക ആ കാഷ്യറുടെ നമ്പർ അവൾക്ക് കൊടുത്തു. പിറ്റേന്ന് വൈകുന്നേരം അവരുടെ ആൻസറിംഗ് മെഷീനിൽ ആ സുഹൃത്തിന്റെ സന്തോഷം നിറഞ്ഞ ശബ്ദം കേട്ടു. ടിപ്പിന് നന്ദി, ഞാൻ ഇന്ന് രാവിലെ ആ സ്ത്രീയുടെ അടുത്ത് ജോലിക്ക് കയറി. നിനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അവരുടെ അയൽവക്കത്തൊരാൾ ക്ലീനറെ തിരയുന്നുണ്ട്. കേട്ടോ, എത്ര സങ്കടകരമായൊരവസ്ഥയാണ്. ഒരേ യോഗ്യതയുണ്ടായിട്ടും നിറത്തിന്റെ പേരിൽ നമ്മുടെ കഥാനായികയ്ക്ക് ട്യൂട്ടർ ജോലി നിഷേധിക്കപ്പെട്ടു. എന്നാൽ ആ ജോലി അവരുടെ വെളുത്ത സുഹൃത്തിന് വളരെ എളുപ്പത്തിൽ ലഭിച്ചു. എന്നിട്ട് ആ സുഹൃത്ത് നമ്മുടെ കഥാനായികയ്ക്ക് ഓഫർ ചെയ്യുന്നത് ഒരു ക്ലീനറുടെ ജോലിയാണ്. സമൂഹം അവരെ എങ്ങനെയാണ് കാണുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസുകൾ. അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ 800060066333 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.